സിനിമാ തിരക്കഥയെ വെല്ലുന്ന നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് നിരന്തരം വെല്ലുവിളികൾ ഉയർത്തിയ ഒളിവിൽ കറങ്ങിയ അർജുനായങ്കി പിടിയിലാകുന്നത്. പോലീസിനെ വട്ടം കറക്കിയ ആയങ്കി നാടകീയതകൾക്കൊടുവിൽ പുലർച്ചെ കണ്ണൂർ സ്ക്വാഡിന്റെ വലയിലായി. കണ്ണൂരിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്നാണ് ആയങ്കിയെ പോലീസ് പിടികൂടിയത്. തളിപ്പറമ്പിലെ ലോഡ്ജിൽ നിന്ന് ആയങ്കി രക്ഷപ്പെട്ട ഓട്ടോ ഡ്രൈവറുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകൾക്ക് ആയങ്കിയുടെ അനുഭവം ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പോലീസിനെ വെല്ലുവിളിച്ച അർജുനായങ്കിയെ അറസ്റ്റ് ചെയ്തത് ആഭ്യന്തര വകുപ്പിന്റെ വിജയമോ? കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജും കോഴിക്കോട് നിന്നും മുബാറക്കും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും പരസ്യമായി വെല്ലുവിളിച്ച് ഒളിവിൽ പോയ അർജുനായങ്കിയെ ഒടുവിൽ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തും വാഹനങ്ങൾ മാറി മാറിയും പോലീസിനെ നിരന്തരം വട്ടം കറക്കിയ പ്രതിയെ ഇന്ന് രാവിലെയാണ് പോലീസ് പിടികൂടുന്നത്. ഇതിൽ ആഭ്യന്തര വകുപ്പിന്റെ ഒരു വിജയമായിട്ടാണോ ഇത് കാണേണ്ടത്? അതോ പോലീസിന് ഈ സംഭവത്തിൽ ഇത്രയും ദിവസം നീണ്ടുപോയതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ? ജനങ്ങൾ പറയട്ടെ. വിജയമാണ്. പിന്നെ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ വിജയം തന്നെയാണ്. കാരണം അങ്ങനെ ഒരാളങ്ങനെ മനസ്സാൻ പാടില്ല. പിന്നെ തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിനെയൊക്കെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഒരു വിലയില്ലാത്ത പൊതുസമൂഹത്തിന് പോലും. അതായത് നമ്മളെ ക്രിമിനലുകളെയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള ഗുണ്ടാ സംഘങ്ങളെയൊക്കെ അമർച്ച ചെയ്യേണ്ടത് പോലീസാണ്. ആ പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണ ജനങ്ങൾക്കൊരു വിലയില്ലാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും അതൊരു വിജയം തന്നെയാണ്. അത് ഇതൊന്നും ഈ ഇപ്പോഴത്തെ ഞാൻ ഒരു അന്നം തിന്നുന്ന മലയാളി ചിന്തിക്കുക, ഒരു ക്രിമിനലിന് ഇങ്ങനെ പറഞ്ഞിട്ട് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കേരള പോലീസ് അത്ര പൊട്ടണമെന്നല്ല. കേരള പോലീസ് കറക്റ്റ് ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വികത്തനായ പോലീസുകാരല്ല. അവർക്ക് സിമ്പിൾ പിടിക്കാൻ കേസാണ്. പക്ഷേ ഇത് സമൂഹത്തിന് മുമ്പിൽ എന്താണോ ഒന്ന് വൈറലായി കഴിഞ്ഞ ശേഷം അറസ്റ്റ് ചെയ്യുക, അത് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിൻ്റെ നേട്ടാണ് പോരാനുള്ള ചെറിയ ഒരു ഇതാണ്, കുസൃതിയാണ്. അത് അതിനെ മാത്രം കാണാനുള്ളൂ. അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്ത്യയിൽ തന്നെ കേരള പോലീസിന്റെ കഴിവ് തന്നെയാണ് അത്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ കേരള പോലീസിനെ അംഗീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കേരള പോലീസിന്റെ ഒരു കഴിവ് തന്നെയാണ് ഈ ഒരു വിജയം ആയിട്ട് കണക്കാക്കുന്നത്. തീർച്ചയായും ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഒരു ഓർഡറിൽ വ്യക്തമായിട്ട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം ഒരു വ്യക്തമായ ഓർഡറിൽ തന്നെയാണ് അത് പോകുന്നത്. അതിന് ഒരു വ്യക്തമായ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. അക്രമികളെ പിടിക്കണമല്ലോ, അത് പിടിക്കല്ലേ വേണ്ട, എല്ലാവർക്കും ആ ബാധകമാണല്ലോ. പെട്ടെന്ന് പിടിക്കാനായില്ല, നേരം പോയി. സംഗതിയൊക്കെ ആഭ്യന്തരമന്ത്രിനല്ലേ വെല്ലുവിളിച്ച്. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലൂടെ നിരന്തരമായിട്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നതിൽ എനിക്ക് വളരെ ക്ലാരിറ്റി പറയാൻ പറ്റും. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 നമ്മുടെ ഡിഫൻസ് സിസ്റ്റം അതുപോലെ തന്നെ പോലീസ് സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു വിജയം തന്നെയാണ്. 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അത് ഏത് ഭരണമായാലും അതൊരു വെല്ലുവിളിയായിട്ട് പറഞ്ഞാണല്ലോ. അപ്പൊ ഇത് പോലീസും അത് അങ്ങനത്തെ ഒരു മൈൻഡിൽ തന്നെയാണ് കണ്ടേ. നമുക്കൊരു വിജയം കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടാവും. അതെ, പോലീസിന്റെ ശക്തമായ ഇടപെടലുകൊണ്ടാണല്ലോ പിടിക്കാനാവില്ലല്ലോ. വകുപ്പിന്റെ പിടിപ്പുകേട് തന്നെയല്ലേ. ഇത്രയും ഇത് എല്ലാം പബ്ലിസിറ്റി ആക്കിയിട്ട് അവനെ പിടിക്കാനായില്ല എന്ന് പറഞ്ഞ മോശമല്ലേ? ഇത്രയും ദിവസമായിട്ട് പോലീസിലുള്ള ഒത്തുകളി തന്നെയല്ലേ. പോലീസും അവരും തമ്മിലുള്ള കളി തന്നെയല്ലേ, ആയങ്കിയും തമ്മിലുള്ള കളി തന്നെയല്ലേ. തീർച്ചയായിട്ടും ഇത് കേരള പോലീസിന്റെ ഒരു വിജയം തന്നെയാണ്. അദ്ദേഹം ഒത്തിരി സമയം ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു മെട്രോ സ്റ്റേഷൻ അല്ലേ, അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞ് വാർത്ത ഉണ്ടായിരുന്നു, അത് കണ്ടിരുന്നു. അതിനുശേഷം ഇപ്പൊ പിടിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അർജുനായങ്കി എന്ന ഗുണ്ടയെ ഓടിച്ചിട്ട് പിടിച്ച കേരള പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും അഭിനന്ദിക്കുകയാണ് ആളുകൾ എല്ലാവരും തന്നെ. ആരും തന്നെ അർജുനായങ്കിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടില്ല. ക്യാമറാമാൻ അക്ഷയ്ക്കൊപ്പം അനിൽ ജോർജ്, ന്യൂസ് മലയാളം, കൊച്ചി.